ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാമോളം ചെമ്മീൻ എടുത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതിനുവേണ്ടി ഇതുപോലുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലോ അതുപോലുള്ള ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും ഒരുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്നും കോരിയെടുക്കാം. ഇനി അതേ ഓയിലേക്ക് തന്നെ ഞാനിവിടെ 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നൈസായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ആ മൈദ നല്ലതുപോലെ ഒന്ന് അതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇനി അതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി പാല് 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം അല്ലെങ്കിൽ 1/2 കപ്പ് പാല് 1 കപ്പ് വെള്ളം ഈ തോതിലും ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാല് തന്നെയാണ് ഒഴിച്ചത്. അത് കട്ട കെട്ടാതെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തത് കുരുമുളകാണ്. 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് പെപ്പറാണ് ഉപയോഗിച്ചത്. ഏത് പെപ്പർ വേണമെങ്കിലും, പെപ്പർ പൊടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ബ്ലാക്ക് പെപ്പർ ആയാലും കുഴപ്പമില്ല, വൈറ്റ് പെപ്പർ ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ കളറ് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വൈറ്റ് പെപ്പർ ഉപയോഗിച്ചത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 2 ടീസ്പൂൺ മയോണൈസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൈദ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഒറിഗാനോ ആണ്. അതും കൂടി ഇട്ടതിന് ശേഷമാണ് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. ആ ചെമ്മീൻ അതിൽ കിടന്ന് ഒന്ന് തിളച്ച് വരണം. നല്ലോണം കുറുകിയ കറിയായി കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 മിനിറ്റ് വരെങ്കിലും ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഫ്രഷ് ക്രീം കയ്യിലുണ്ടെങ്കിൽ ഒരു 2-3 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് വരും. മല്ലിച്ചപ്പിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ചീസ് കയ്യിലുണ്ടെങ്കിൽ അതും കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീമി ബട്ടർ ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെയെല്ലാം നല്ല ബെസ്റ്റ് കോംബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.